മത്സരത്തിന് മുന്നേയുള്ള ഇംഗ്ലണ്ടിൻ്റെ വമ്പൻ വെല്ലുവിളികളെല്ലാം മത്സരത്തിൽ പ്രതികാരം തീർത്തുകൊണ്ടായിരുന്നു അർജന്റീന ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പ്രവേശിച്ചത്. 85-ാം മിനിറ്റിലും 91-ാം മിനിറ്റിൽ നേടിയ ഗോളുകളിലായിരുന്നു അർജന്റീനയുടെ വിജയം. ഇനി അർജന്റീനയെ കാത്തിരിക്കുന്നത് വമ്പന്മാരായ സ്പെയിനാണ്. യൂറോ വമ്പന്മാരായ സ്പെയിനുമായുള്ള പോരാട്ടം കടുത്തതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. 20-ാം തീയതി ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 ഈ ഒരു ഫൈനൽ പോരാട്ടം നടക്കുന്നത്. എന്നാൽ ഈ ഒരു മത്സരത്തിന് മുന്നേ അർജന്റീനക്ക് വമ്പൻ തിരിച്ചടിയാകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അർജന്റീനക്ക് പണി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇംഗ്ലണ്ട്. നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും റിവൽവറിയുള്ള രണ്ട് ടീമുകളാണ് അർജന്റീനയും ഇംഗ്ലണ്ടും. അത് കായികപരമായും രാഷ്ട്രീയപരമായുമുണ്ട്. ചരിത്രത്തിൽ ഫോക്ലാൻഡ് ഐലാൻഡിനു വേണ്ടി അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം വരെ നടന്നിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഫോക്ലാൻഡ് ഐലാൻഡിനെ സ്വന്തമാക്കാൻ ഇരു രാജ്യങ്ങളും വലിയ യുദ്ധത്തിൽ തന്നെ ഏർപ്പെട്ടിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ യുദ്ധം കൂടിയായിരുന്നു ഇത്. എന്നാൽ ഇന്നലെ നടന്ന മത്സരശേഷം ഇംഗ്ലണ്ടിനെ 2-1 അർജന്റീന പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള വിജയാഹ്ലാദ പരിപാടിയിൽ അർജന്റീൻ സൂപ്പർ താരമായ ജിവാനി ലോ സെൽസോ ഒരു ബാനറുമായി ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു. ഫോക്ലാൻഡ് ഐലാൻഡ് അത് അർജന്റീനക്കാരുടേതാണ്, അർജന്റീനക്കാരുടെ സ്വന്തം. ഇങ്ങനെയായിരുന്നു ആ ബാനറിൽ ഉണ്ടായിരുന്നത്. അർജന്റീൻ താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊമേറോയും ജിവാനി ലോ സെൽസോയും ജുവാൻ മുസോയും എല്ലാം ഈ ബാനറുമായി ഗ്രൗണ്ടിൽ കാണികളെ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിനെ, ഇംഗ്ലീഷുകാരെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവർ ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. അവരുടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും പിന്നെ അവരുടെ ബിസിനസ് ഓഫീസിൽ നിന്നുമെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം അർപ്പിച്ചിട്ടുണ്ട്. അവർ ഫിഫക്ക് നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയം ഫുട്ബോളിൽ കുത്തിക്കലർത്തരുതെന്നും ഇത് വളരെ മോശമായി പോയെന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്ലാൻഡ് ഐലാൻഡ് അത് ഞങ്ങളുടേത് മാത്രമാണെന്ന് ഇംഗ്ലണ്ടും അവകാശപ്പെടുന്നു. ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അർജന്റീന താരങ്ങളെ ഫൈനലിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തണമെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും അർജന്റീനക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പ്രതിഷേധമർപ്പിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് ഗവൺമെൻറ്. നിലവിൽ ഫിഫയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.